ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്ത റീഡിംഗ് ആണ്, പെൻഡുലം റീഡിംഗ് ആണ്. യെസ് ഓർ നോ, നിങ്ങൾക്ക് എന്താണ് ഡിവൈനോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് അറിയാവേ. അപ്പം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമുക്ക് പെൻഡുലം പറഞ്ഞു തരും കേട്ടോ, ഡിവൈൻ പറഞ്ഞു തരും പെൻഡുലം വഴി. അതുപോലെ തന്നെ അതായത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എൻ്റെ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സണുമായിട്ട് ഈ റീയൂണിയൻ ഉണ്ടോ, അവർ കോൾ ചെയ്യുമോ, ഇതൊക്കെയാണ് എനിക്കറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 3-4 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം, നമുക്ക് എന്താണെന്നൊന്ന് അറിയാലോ. അപ്പം എൻ്റെ വ്യക്തികളൊക്കെ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക, മനസ്സമാധാനമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. അതിന് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇത് ഈ കല്ല്, ഇത് ഇത് അയ്യപ്പനാണ്. എല്ലാവർക്കും കണ്ടു കാണുമല്ലോ. ഇത് പമ്പയിലെ കല്ലാണ്. അത് മക്കളും ഹസ്ബൻഡും എല്ലാ വർഷവും ഇങ്ങനെ ശബരിമലയ്ക്ക് പോകും. അപ്പം പിള്ളേരവിടെ ഇങ്ങനെ പോകുമ്പോഴത്തേന് ഈ കുളിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് എടുക്കുന്ന ഇത് പമ്പയിലെ കല്ല്. ഇത് ഭയങ്കര പവറാണ്. ഇത് നമ്മുടെ കൈ കിട്ടിയതിന് ശേഷം ഭയങ്കര ഒരു എനർജിയാണ് എനിക്ക് കേട്ടോ. ഒരുപാട് കല്ലുണ്ട്, ഒരുപാട് പേർക്ക് നമ്മൾ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് തിരുനക്കര തേവര്, ഇതൊക്കെ പിന്നെ അറിയാമല്ലോ. പൊന്നു വിഷ്ണുമായ സ്വാമി, മഹാദേവൻ, തിരുനക്കര തേവര്, മഹാദേവൻ്റെ നമ്മുടെ ഇവിടെ തിരുനക്കര ക്ഷേത്രമുണ്ട്, കേട്ടിട്ടില്ല തിരുനക്കര തേവര് എന്നുള്ള പാട്ട്. ഏറ്റുമാനൂരമ്പലം നമ്മുടെ അടുത്തൊക്കെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം വീഡിയോ ജനറലും ആണ്, അതൊരു ജനറൽലെസ്സും ആണ്. അതുപോലെ തന്നെ ആർക്ക് വേണം എപ്പോൾ വേണം ടൈംലെസ്സും ആണ് കേട്ടോ. ആർക്ക് വേണം എപ്പോൾ വേണം കാണാം. നിങ്ങളുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതുപോലെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ, ആരാണ് നിങ്ങളുടെ ശത്രു, നിങ്ങൾ റിലേറ്റീവ് ആണോ, നമുക്ക് നോക്കാം. പെൻഡുലം പറയുമോ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിന് ശേഷം നമ്മൾക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ പെൻഡുലം വഴി നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആണോ, അതുപോലെ തന്നെ കോൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ മെസ്സേജ് ഞാൻ കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്, ഇവിടെയും ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് മാക്സിമം എടുത്ത് വിടാനേ ഞാൻ നോക്കത്തുള്ളൂ. ആരെയും ഞാൻ ഒഴിവാക്കി വിടത്തില്ല. അത്രയ്ക്ക് ഡിലേ റിമൂവൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു, സമാധാനമായിട്ട് സ്വസ്ഥതയായിട്ട് ഈ വീഡിയോ സ്റ്റക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ. ഡിവൈൻ മഹാദേവ, ഏറ്റുമാനൂരപ്പ, പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ, എനിക്കറിയണം. എസ് ആണോ നോ ആണോ, പോസിബിൾ ആകുമോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തിരികെ വരുമോ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. മഹാദേവ മഹാദേവ സ്വാമി, പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി, ഓം നമ ശിവായ. വരാഹി അമ്മേ, യൂണിവേഴ്സ് പ്രപഞ്ചശക്തി, ഡിവൈൻ, കറക്റ്റായിട്ടൊരു പോസിബിളായിട്ടൊരു കാര്യം എനിക്ക് കിട്ടണേ. എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തന്നെ തിരികെ വരുമോ, അല്ലെങ്കിൽ അവരെ കോൾ ചെയ്യുമോ. ആദ്യം തിരികെ വരുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. പോസിബിളാണ് കേട്ടോ, യെസ്സും പോസിബിളുമാണ് കേട്ടോ. അതായത് ഉടനെ തന്നെ തിരികെ വരുന്നതിലാണ്. നോക്കിക്കേ, നിങ്ങൾ കാണുന്നില്ലേ, പോസിബിളാണ് കേട്ടോ. അപ്പം എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തന്നെ തിരികെ വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. യെസ് ആണ് ആൻസർ. പോസിബിളിലാണ് കേട്ടോ, പോസിബിൾ ഉണ്ട്. അതുപോലെ മൺഡേ KL69, അതുപോലെ സൺഡേ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്പറും മന്തും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഫെബ്രുവരി, ജാനുവരി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. NO ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പോസിബിളിലാണ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾ ചെയ്യുമോ എന്നുള്ളതാണ്. എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ കോൾ ചെയ്യുമോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ കോൾ ചെയ്യുമോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തന്നെ കോൾ ചെയ്യുമോ, എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തന്നെ കോൾ ചെയ്യുമോ. എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. എന്താണ് ഒരു ഉത്തരം തരണേ മഹാദേവ.
ഓം നമ ശിവായ, ഓം നമ ശിവായ. എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തന്നെ അവരെ കോള് ചെയ്യുമോ? ഉടനെ തന്നെ അവരെ കോള് ചെയ്യുമോ? ഉടനെ തന്നെ അവരെ കോള് ചെയ്യുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തന്നെ അവരെ കോള് ചെയ്യുമോ? നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചോ കേട്ടോ. ഉടനെ തന്നെ കോള് ചെയ്യുമോ? ഉടനെ തന്നെ കോള് ചെയ്യുമോ? എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ തന്നെ അവരെ കോള് ചെയ്യുമോ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നമുക്ക് നോക്കാവേ എങ്ങോട്ടാണ് കറക്റ്റ് ഒരിത് പോകുന്നേ. ഡിവൈൻ യൂണിവേഴ്സ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നോ എന്നാണ് കേട്ടോ. ഉടനെ കോൾ ചെയ്യില്ല എന്നാണ് കേട്ടോ. കണ്ടല്ലോ എല്ലാവരും, ഉടനെ തന്നെ കോൾ ചെയ്യില്ല. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ? നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്നാണേ. നിങ്ങളുടെ ഇടയിൽ ശത്രുക്കളുണ്ടോ അതോ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനെ. നമുക്ക് നോക്കാം. ഓം നമ ശിവായ, ഓം പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. എൻ്റെ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടോ? എൻ്റെ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടോ? ഓം നമ ശിവായ. മഹാദേവ തിരുനക്കരത്തേവരെ, എൻ്റെ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടോ? എൻ്റെ വ്യക്തികൾക്ക് ശത്രുക്കളുണ്ടോ? ഓം നമ ശിവായ. നല്ലപോലെ ഒന്ന് പ്രാർത്ഥിച്ചോളെ. ഈശ്വരാ, പോസിബിളാട്ടോ. ശത്രുക്കൾ എസിലും പോസിബിളിലും എന്നാൽ നോയുടെ ഇടയ്ക്കും വന്നിട്ടുണ്ട്. ചിലർക്ക് ശത്രുക്കളുണ്ട്, ചിലർക്ക് ശത്രുക്കളില്ല. ചിലർക്ക് പോസിബിളാണ്, ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കണ്ടോ കണ്ടോ കാണുന്നില്ലേ? പോസിബിള് മൂന്നിൻ്റെ ഇടയിലാണ്. ചിലർക്കുണ്ട്, ചിലർക്കില്ല. ചിലർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. കറക്റ്റ് പോസിബിൾ എന്നാണേ. അതായത് ചിലർക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് വിട്ടാൽ മതി, അല്ലെങ്കിൽ എന്നെ കോളിങ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ടാഗ് ചെയ്യുന്നില്ല, എൻ്റെ കമൻറ്റ് ബോക്സിലായിരിക്കും ടാഗ് ചെയ്യുന്നത് കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട്, അതായത് എനിക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം കേട്ടോ. ഓക്കെ എന്നാൽ ശരി.